ഇവിടെ ഇപ്പോൾ ഒരു സ്കാലപ്പ് നെക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഓൾറെഡി ഞാൻ ക്യാൻവാസിൽ സ്കാലപ്പെല്ലാം വരച്ച് അത് വെട്ടിയെടുത്തിട്ട് ഒരു തുണിയിൽ വെച്ച് അയൺ ചെയ്തതിന് ശേഷം നമ്മുടെ യോക്ക് പോർഷനിലേക്ക് പിടിപ്പിച്ച് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്യാൻവാസിൽ കൊള്ളാതെ അതിന് തൊട്ടടുത്തുകൂടി തന്നെ നമ്മളിത് കറക്റ്റായിട്ട് തയ്ച്ചുകൊണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷം കത്രിക കൊണ്ട് ആ തയ്യലിൽ കയറാതെ വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് വൃത്തിയാവില്ല, അതോടുകൂടി നമ്മൾ ചെയ്യുന്നതും ശരിയാകില്ല, കറക്റ്റായിട്ടൊരു സ്കാലപ്പ് നെക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇതിലും വഴി ഈ ക്യാൻവാസ് കയറാതെ തന്നെ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇത് നേരെ തിരിച്ചിടുമ്പോൾ കറക്റ്റ് നെക്കായിക്കോളും. ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസിൽ കൂടെ അടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാനിവിടെ സ്കാലപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതുപോലെ പഴയ ഒരു ജീൻസിൻ്റെ തുണിയാണ്. അത് കുറച്ച് കട്ടിയുള്ളതാകുമ്പോൾ മാത്രമേ സ്കാലപ്പ് എക്കാലവും നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ 1-2 വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ സ്റ്റിഫ്നെസ് അങ്ങ് പോകും, സാധാ ഒരു തുണിയാണെങ്കിൽ. അപ്പോൾ ഇതൊരു ജീൻസിൻ്റെ മോഡൽ തുണിയാണ്. അപ്പോൾ ഇതിൽ വെച്ച് ക്യാൻവാസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് എക്കാലവും നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് നെക്ക് കിട്ടുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായൊരു സ്കാലപ്പ് നെക്കാണിത്. ഇത് നമുക്ക് ചുരിദാറിലും ബ്ലൗസിലും ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെക്ക് ഡിസൈനാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കണം. താങ്ക് യു.